നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പശ്ചിമ ബംഗാൾ BJP തൂക്കി ഇതാ 200-നടുത്ത് സീറ്റുകൾ. മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് 2 അക്കം കടക്കുന്നില്ല. SIR പ്രകാരം വോട്ടർമാരുടെ പട്ടിക പുനഃക്രമീകരിച്ചതിന് ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പ് മമതാ ബാനർജി മുച്ചൂടും തറപറ്റി. 15 വർഷ ഭരണത്തിന് ശേഷം ഇതാ മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസും പൂർണ്ണ പരാജയത്തിലേക്ക് നീങ്ങി. ഒരിക്കൽ മമതാ ബാനർജിയുടെ അതിവിശ്വസ്തൻ, പിന്നീട് പ്രതിപക്ഷ നേതാവായി മാറിയ സുവേന്ദു അധികാരി, 2021 തെരഞ്ഞെടുപ്പിൽ മമതയെ മാളത്തിലിട്ട് പുകച്ച നേതാവ്, വീണ്ടും മമതാ ബാനർജി മത്സരിക്കുന്ന മണ്ഡലത്തിലെത്തി ഒടുവിൽ മമതയെ വിറപ്പിക്കുന്നു. പശ്ചിമ ബംഗാൾ നിയമസഭയിൽ 294 സീറ്റുകൾ, സർക്കാർ രൂപീകരിക്കാൻ വേണ്ടത് 148. കേവല ഭൂരിപക്ഷമൊക്കെ പിന്നിട്ട് 200 സീറ്റിനരികിലെത്തി നിൽക്കുന്നു BJP. 2021 തൃണമൂൽ അന്ന് നേടിയത് 215 സീറ്റുകൾ. 77 സീറ്റുകൾ നേടി സംസ്ഥാന നിയമസഭയിൽ ആദ്യമായി പ്രധാന പ്രതിപക്ഷ കക്ഷിയായെന്ന് BJP. സഭയിൽ കോൺഗ്രസും ഇടതുപക്ഷവും സംപൂജ്യരായി. എന്നാൽ ഇക്കുറി ഇടതുപക്ഷത്തിന് 1 സീറ്റിൽ പ്രതീക്ഷ. നന്ദിഗ്രാമിൽ സുവേന്ദു അധികാരിയോട് മമതാ ബാനർജി അന്ന് പരാജയപ്പെട്ടു. പിന്നീട് ഭവാനിപ്പൂരിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മമതാ ബാനർജി വിജയിച്ചു കയറി. പശ്ചിമ ബംഗാളിൽ BJPക്ക് ലീഡ് നിലനിർത്താൻ കഴിഞ്ഞത് ഹിന്ദു ആദിവാസി വോട്ടുകളുടെ ഏകീകരണം കൊണ്ടാണ് എന്ന് സുവേന്ദു അധികാരി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ബംഗാൾ BJPയുടെ ഇപ്പോഴത്തെ മുഖമാണ് സുവേന്ദു അധികാരി. തൃണമൂൽ കോട്ടയായി അറിയപ്പെടുന്ന ഭവാനിപ്പൂരിൽ ഇപ്പോൾ വലിയ മത്സരമാണ് മമതാ ബാനർജിക്ക് നേരിടേണ്ടി വന്നത്. ആദ്യ 2 റൗണ്ട് വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ സുവേന്ദു അധികാരി മുന്നിലെത്തി. എന്നാൽ 3ാം റൗണ്ടിൽ മമതാ ബാനർജി തിരികെ വന്നു. പശ്ചിമ ബംഗാളിലെ അക്രമ രാഷ്ട്രീയത്തിനെതിരെയായിരുന്നു BJPയുടെ പ്രചരണം. ഒപ്പം ബംഗ്ലാദേശികളെ പുറത്താക്കുമെന്നും BJP നേതാക്കൾ പ്രസംഗിച്ചു. കഴിഞ്ഞ തവണ 1,00,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മമതാ ബാനർജി വിജയിച്ച ഭവാനിപ്പൂരിലാണ് ഇപ്പോൾ മമതയെ സുവേന്ദു വിറപ്പിച്ചത്. ഒടുവിലിത BJP അകത്ത്, നീതി പുറത്ത്. അതാണ് പശ്ചിമ ബംഗാളിലെ സ്ഥിതി. വർഷങ്ങളായി കിഴക്കൻ സംസ്ഥാനത്തിനായി കൊതിച്ചിരുന്ന BJPക്കൊടുവിൽ പശ്ചിമ ബംഗാൾ തങ്ങളുടെ കൈക്കുമ്പിളിൽ ലഭിക്കുന്നു. ഒരിക്കൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈറ്റില്ലമായിരുന്ന പശ്ചിമ ബംഗാൾ ഇന്ന് BJP നേടിയെടുത്തിരിക്കുന്ന അത്ഭുത കാഴ്ച. കഴിഞ്ഞ നവംബറിൽ ബീഹാറിൽ വിജയമുറപ്പിച്ചതിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു മുന്നറിയിപ്പ് നൽകി. ദീദിക്ക് ഗംഗാ നദി ബീഹാർ വഴി ബംഗാളിലേക്ക് ഒഴുക്കുമെന്നായിരുന്നു അന്ന് നരേന്ദ്രമോദി പറഞ്ഞത്. അതെ, ഗംഗാ നദി ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ എത്തി നിൽക്കുന്നു. ഇത്തരമൊരു സ്വരം മാത്രമല്ല, മമതാ ബാനർജിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു സന്ദേശവും അയച്ചു. 5 മാസങ്ങൾക്ക് ശേഷം കാവിപക്ഷം പതിറ്റാണ്ടുകളായി അവർ പ്രതീക്ഷിച്ചിരുന്ന കിഴക്കൻ സംസ്ഥാനം ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നു. BJPയുടെ ചരിത്രപരമായ വിജയമാണ് നമ്മൾ പശ്ചിമ ബംഗാളിൽ കാണുന്നത്. 15 വർഷമായി ബംഗാളിനെ നിലനിർത്തിയ TMCയുടെ സമ്പൂർണ്ണ പരാജയം. സമീപ വർഷങ്ങളിൽ BJPയുടെ ശക്തി കേന്ദ്രമായി ഉയർന്നു വന്ന നോർത്ത് ബംഗാൾ പ്രതീക്ഷിച്ച ഫലങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. TMCയുടെ കോട്ടകൊത്തളങ്ങൾ ഒന്നാകെ നിലംപൊത്തി. വോട്ടർ പട്ടികയിലെ പ്രത്യേക പരിശോധനയിലൂടെ ലക്ഷക്കണക്കിന് വോട്ടർമാരെ ഒഴിവാക്കി എന്ന ആരോപണം ഒരു വശത്ത് മമത ഉയർത്തുന്നു. കനത്ത പരാജയ ഭീതി അഭിമുഖീകരിക്കുകയായിരുന്ന മുഖ്യമന്ത്രി മമതാ ബാനർജി പലവിധ തന്ത്രങ്ങൾ പയറ്റിയിരുന്നു. മമതാ ബാനർജിയെ ഭവാനിപ്പൂരിലെത്തി നേരിട്ട സുവേന്ദു അധികാരിയുടെ നീക്കം തന്നെയാണ് തൃണമൂലിനെ വിറപ്പിച്ചത്. മമതയുടെ വീട്ടുപടിക്കൽ പോരാട്ടമെത്തിക്കുന്നതിൽ BJP വിജയിച്ചു. തൃണമൂലിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഹുമയൂൺ കബീർ രൂപീകരിച്ച പുതിയ പാർട്ടിയും ഇക്കുറി മമതാ ബാനർജിക്ക് വലിയ തലവേദനയുണ്ടാക്കി. ബാബറി മസ്ജിദിന്റെ പേരിൽ പള്ളി പണിയും എന്നായിരുന്നു പുതിയ പാർട്ടി പ്രഖ്യാപിച്ചുകൊണ്ട് ഹുമയൂണിന്റെ പ്രഖ്യാപനം. ബംഗാൾ ജനത മാറ്റത്തിന് വോട്ട് നൽകുമെന്നാണ് അമിത്ഷാ പ്രസംഗിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബംഗാളിലെത്തിയപ്പോൾ കിട്ടിയ സ്വീകാര്യത മമതാ ബാനർജിയെ ഞെട്ടിച്ചിരുന്നു. ആഴ്ചകൾക്ക് മുൻപ് അമിത്ഷായും മമതാ ബാനർജിയും തമ്മിലൊരു വാക്പോര്. പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും തമ്മിലുള്ള വാക്പോര് ഏറെ കൗതുകമുണർത്തി. 2026 പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ വാക്പോര്. BJPക്കെതിരെ രൂക്ഷമായ ആക്രമണം മമത നടത്തി. ബംഗാൾ തെരഞ്ഞെടുപ്പിന് ശേഷം തൻ്റെ ശ്രദ്ധ ഡൽഹിയിലേക്ക് മാറ്റും. ഇതായിരുന്നു മമതയുടെ മുന്നറിയിപ്പ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് ശേഷം ഡൽഹി ഭരണം താൻ ലക്ഷ്യമിടുമെന്നും പ്രതിപക്ഷ പാർട്ടികളെ ഏകോപിപ്പിച്ച് കേന്ദ്രത്തിൽ BJPയെ താഴെയിറക്കുമെന്നും മമത പ്രഖ്യാപിച്ചു. ഈ പരാമർശത്തെ അമിത്ഷാ പരിഹസിച്ച് തള്ളി. ബംഗാളിൽ മമതയ്ക്കൊന്നും ബാക്കിയുണ്ടാകില്ല എന്നായിരുന്നു അന്ന് അമിത്ഷാ പറഞ്ഞത്.
കൊൽക്കത്തയിലെ ചൗരംഗി നടന്ന റാലിയിൽ സംസാരിക്കവേ മമതയുടെ ഈ പ്രസ്താവന വലിയ തോതിൽ വിവാദമുയർത്തി. തൻ്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയും 2 തവണ സിറ്റിംഗ് MLAയുമായിരുന്ന നയന ബന്ദോപാധ്യായയ്ക്ക് വേണ്ടിയായിരുന്നു മമത അന്നവിടെ പ്രചരണം നടത്തിയത്. ഒന്നോർത്തുകൊള്ളൂ, നിങ്ങൾക്ക് ഞങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല. ഞങ്ങൾ അനീതിക്കെതിരെ പോരാടുന്നു. ഞങ്ങൾ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്നു. ഞാൻ ജനിച്ചത് ബംഗാളിൽ, എൻ്റെ അവസാന ശ്വാസവും ബംഗാളിൽ വിജയമുറപ്പിച്ചാൽ ഞാൻ ഡൽഹി പിടിച്ചെടുക്കും. എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും അണിനിരത്തിക്കൊണ്ട് ഞാൻ അത് ചെയ്തിരിക്കും. ഇതായിരുന്നു മമതയുടെ ശപഥം. എനിക്ക് അധികാര കസേര വേണ്ട, പക്ഷെ BJP പൂർണ്ണമായും ഇല്ലാതാകണമെന്ന് താൻ ആഗ്രഹിക്കുന്നുവെന്ന് മമത പ്രഖ്യാപിച്ചു. എന്നാൽ ബംഗാളിൽ മമതാ ബാനർജിയുടെ തകർച്ചയാണ് ഇന്ത്യ ഇപ്പോൾ കാണുന്നത്. ഇന്ത്യ കൗതുകപൂർവ്വം നോക്കുകയാണ് ഇപ്പോൾ പശ്ചിമ ബംഗാളിലെ ഈ റിസൾട്ട്. അതെ, BJP പശ്ചിമ ബംഗാൾ പിടിച്ചെടുത്തിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.